വർഷം 1970-കൾ. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലം. ഇന്ദിരയുടെ മുന്നിലേക്ക് അവരുടെ ഇളയ മകനായ സഞ്ജയ് ഗാന്ധി കടന്നു വരുന്നു. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കായി ഇന്ത്യയിൽ തന്നെ ഒരു പീപ്പിൾസ് കാർ നിർമ്മിക്കണം എന്ന ആഗ്രഹം സഞ്ജയ് ഇന്ദിരയോട് വെളിപ്പെടുത്തി. കാർ നിർമ്മാണത്തിൽ യാതൊരു മുൻപരിചയമില്ലാതിരുന്നിട്ടും സഞ്ജയ് ഗാന്ധിയെ ഇന്ദിര വിശ്വസിച്ചു. സഞ്ജയ് ഗാന്ധി മാനേജിംഗ് ഡയറക്ടറായി മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനം അവിടെ പിറവിയെടുത്തു. സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം 1981-ൽ ഇന്ത്യൻ ഗവൺമെന്റ് ജപ്പാനിലുള്ള സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷനുമായി ചേർന്ന് ഒരു ജോയിന്റ് വെഞ്ചറിലൂടെ മാരുതി ഉദ്योग ലിമിറ്റഡ് സ്ഥാപിച്ചു. ഇന്ന് മാരുതി സുസുക്കി ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിന്റെ നെറ്റ്വർത്ത് ഏകദേശം 912 ബില്യൺ രൂപയാണ്. 2024-ലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ടോപ്പ് സെല്ലിംഗ് കാർ മോഡലുകളിൽ 10-ൽ 6 എണ്ണവും മാരുതിയുടെ വകയാണ്.